ഫ്രണ്ട്സ്, ഇത് ഗ്ലോബസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയുടെ ഹൈപ്പർ മാർക്കറ്റാണ്. ഇത് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് എല്ലാവരും ഇവിടെ വരിക. കാരണം നമുക്ക് ചെറിയ ഒന്നോ രണ്ടോ ഐറ്റംസ് ആയിട്ട് എടുക്കാൻ നേരം ഇവിടെ വന്നിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് ഇവിടെ വരിക. അത് അത്യാവശ്യം ഭയങ്കര വലിയൊരു ഷോപ്പാണ്. അതേപോലെ തന്നെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളുടെ വലിയ കളക്ഷൻസാണ്. പിന്നെ അതേപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്തും പിന്നെ സമ്മർ സമയത്തും വിൻ്റർ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ട് ഷോപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ സമ്മർ സമയത്തെ കാഴ്ചകളാണ്. ഇപ്പോൾ സമ്മർ സമയത്ത് ധാരാളം ചെടികൾ, പിന്നെ നമ്മുടെ ഗാർഡനിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ ബർബിക്യൂ ഉണ്ടാക്കാനായിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഈ ഗ്ലോബസ് എന്ന് പറയുന്ന ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സീസൺ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഫുൾ സെറ്റപ്പും മാറ്റി. ഞാനിപ്പോൾ എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും ഓരോ രീതിയിലുള്ള ഇൻറ്റീരിയറും ഓരോ രീതിയിലാണ് ഇതിൻ്റെ ഓരോ ഐറ്റംസൊക്കെ പൊസിഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യും. അപ്പം ഇത് സമ്മർ സമയത്ത് ഉള്ള ആ ഒരു ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കിട്ടുന്നതെന്നും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത് സ്മോക്ക് വെച്ച് ഓരോരോ ഫിഷ് സ്മോക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ മീറ്റ് അതൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഇത്. പിന്നെ ഓരോ രാജ്യത്തും ഓരോ പ്രത്യേകതയുണ്ട്. റഷ്യയിൽ സമ്മർ തീരെ കുറവായതുകൊണ്ട് തന്നെ സമ്മർ വെക്കേഷൻ നന്നായിട്ട് ആളുകൾ ആഘോഷിക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാവർക്കും ദാച്ച ഹൗസുകളുണ്ട്. അതായത് മോസ്കോ റീജിയനിലൊക്കെ ആണ് ഇവർ കൂടുതലും താമസിക്കുക. അതുകൊണ്ടാണ് ഇതുപോലത്തെ സാധനങ്ങൾ സമ്മർ ആകുമ്പോഴത്തേനും ഒരുപാട് കൊണ്ടുവന്ന് വെക്കുന്നത്. അതേപോലെ തന്നെ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ധാരാളം നേച്ചർ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ധാരാളം പുഴകളും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ടാണെങ്കിലും ആൾക്കാർ ഈ ബർബിക്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ സാധനങ്ങൾ ഒരുപാട് ഈ സമ്മർ സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഇവിടെ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളൊക്കെ ഏതൊക്കെ രാജ്യത്താണോ ഉള്ളത് അവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സമ്മർ സമയത്തെ ഗ്ലോബസിലെ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗ്ലോബസ് ജർമ്മൻ കമ്പനിയുടെ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം സാക്ഷൻസൊക്കെ വന്നിട്ട് അത് ഇല്ലെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ നേരിട്ട് കാണുന്നില്ലേ, റഷ്യയുടെ ന്യൂസ് പുറത്തു പോകാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഗ്ലോബസ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. ഇക്കിയ ക്ലോസ് ചെയ്തു, ഫ്രാൻസിൻ്റെ ആയിരുന്നു, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും, അതുപോലെ തന്നെ ലിക്വിഡ് ഐറ്റംസ്, ബിയർ കാര്യങ്ങൾ എല്ലാം ഇവിടെ വരുന്നുണ്ട്. എല്ലാം ചിലതിൻ്റെയൊക്കെ പേര് മാറ്റുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വലിയൊരു മാറ്റമൊന്നും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്ന പോലെയൊന്നും തോന്നുന്നില്ല. പിന്നെ സാധനങ്ങളെല്ലാം ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട്, ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. ബിയറും ഉണക്കമീനുമാണ് ഇവിടുത്തെ റഷ്യൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് രണ്ടും ഒരേ സൈഡിലാണ് ഇവർ വെച്ചിരിക്കുന്നത്, ബിയറും ഉണക്കമീനും. അതാണ് ഇവരുടെ ഒരു ഫേവററ്റ് സാധനം. ഈ ഉണക്കമീൻ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് വേവിച്ച് വെച്ചേക്കുന്നൊന്നുമല്ല, പച്ചയ്ക്ക് ഉണക്കിയിട്ട് ആണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിങ്ങനെ തന്നെയാണ് ഇവർ കഴിക്കുന്നത്. അങ്ങനെ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അബ്സെൻ്റ് എന്ന് പറയുന്നൊരു വോഡ്ക്കയാണ്. 70% ആണ് ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെയാണ്. ഇതിനകത്ത് ഷുഗർ ക്യൂബൊക്കെ ഇട്ടിട്ടാണ് കഴിക്കേണ്ടത്. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് കഴിക്കേണ്ടത്. ഇത് ബിലൂഗ എന്ന് പറയുന്ന റഷ്യയുടെ തന്നെ ഒരു വോഡ്ക്കയാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അതേപോലെ തന്നെ റഷ്യയുടെ തന്നെ ഐറ്റംസാണ് ഇത് മുഴുവനും. റഷ്യയുടെ വോഡ്ക്കകളാണ്. റഷ്യൻ സ്റ്റാൻഡേർഡ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഒരുവിധം പോപ്പുലറാണ്. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററാണ് ബിലൂഗയൊക്കെ. പിന്നെ അബ്സെൻ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാം, അബ്സെൻ്റ് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഷുഗർ ക്യൂബൊക്കെ ഇട്ടിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ പിന്നെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അബ്സെൻറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അതൊക്കെ ഒരു വെറൈറ്റിയാണ് ശരിക്കും. പിന്നെ ഇത് വൈൻ്റെയൊക്കെ സെക്ഷൻസാണ്. അപ്പം ഓരോ നാട്ടിലും ഓരോ പ്രത്യേകതകളാണല്ലോ. അപ്പോൾ ഈ ഗ്ലോബസിൽ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഭയങ്കര ബൾക്കായിട്ടാണ് നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പം. അതുകൊണ്ടാണ് എല്ലാവരും ഗ്ലോബസിൽ വരുന്നത്, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടൊക്കെ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾക്കും ഇവിടെ വലിയൊരു സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വെറൈറ്റി തന്നെ ഇവിടെ ഉണ്ട്. എല്ലാത്തരം ബ്രാൻഡഡ് ഐറ്റംസും ഇവിടെ കിട്ടും. ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം ഇങ്ങനെ മദർ തെരേസയുടെ പേരിലുള്ള വൈനും ബിയറും ഒക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒക്കെ മാറ്റിയെന്ന് തോന്നുന്നു. അങ്ങനെ എന്ത് തരത്തിൽ ഓരോ സമയത്തും ഓരോ വെറൈറ്റിയാണ് ഗ്ലോബസ് കൊണ്ടുവരുന്നത്.
എല്ലാവർക്കും ഇവിടെ വരുമ്പോൾ ഈ ഷോപ്പിംഗ് മാളോ കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ ഗ്ലോബസ് എന്ന് പറയുന്ന ഇവിടെ പോയിട്ട് പിന്നെ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ നിങ്ങളങ്ങനെ മദ്യം കാണിച്ച് പ്രലോഭിപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ജസ്റ്റ് സാക്ഷൻസ് ആയതുകൊണ്ട് റഷ്യയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഔട്ട്സൈഡിൽ നിന്ന് വരുന്നൊന്നും വരുന്നില്ല എന്നൊക്കെയുള്ള ന്യൂസുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇവിടത്തെ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ കഴിക്കേണ്ട രീതിയിൽ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട്. മെയിനായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നാണെന്ന് അറിയത്തില്ല, എന്തായാലും നെയിമൊക്കെ അതാണ്. അങ്ങനത്തെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇത് ഒരു മിൽക്കിൻ്റെ ഒക്കെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പം അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ, ഇതെല്ലാവർക്കും പരിചിതമായ ഒരു ഐറ്റമാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ ചെറിയ രീതിയിൽ സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ വെറൈറ്റി ഇവിടെ ഉണ്ട് എന്നും ഇതൊന്നും നിർത്തലാക്കിയിട്ടില്ലെന്നും ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ പല ബ്രാൻഡിൻ്റെയും നെയിമുകൾ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ഡ്രസ്സ് ഷോപ്പിൻ്റെയൊക്കെ ആണെങ്കിലും ആ ബ്രാൻഡിൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് ബിയർ മുതൽ നമ്മൾ കന്യാക്ക് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പല ബ്രാൻഡുകളും പലർക്കും അറിയാവുന്നതായിരിക്കും. അറിയത്തില്ലാത്ത എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് പറയുക. അതേപോലെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലുമൊക്കെ പുതിയ ബ്രാൻഡുകൾ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരുമ്പോൾ വാങ്ങാൻ ശ്രമിക്കുക, വാങ്ങിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക, ജസ്റ്റ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെയുള്ളൂ. പുതിയ ബ്രാൻഡുകളോ അല്ലെങ്കിൽ ഓൾഡ് ബ്രാൻഡുകളൊന്നും അധികം വലുതായിട്ട് ഡിസപ്പിയർ ഒന്നും ആയിട്ടില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ്. ഫുഡെന്ന് പറയുമ്പോഴത്തേന് ഗ്ലോബസിനൊക്കെ ആണെങ്കിലും വലിയ വലിയ സൂപ്പർ മാർക്കറ്റിനാണെങ്കിലും അവർക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ബ്രെഡ്, അവിടെ തന്നെ ഉണ്ടാക്കുന്ന കേക്ക് കാര്യങ്ങൾ എല്ലാം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ സോളോ ട്രിപ്പായിട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിട്ടൊക്കെ വരുമ്പം ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള, ചൂടോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സൂപ്പ്, അതേപോലെ തന്നെ എല്ലാ ഫുഡുകളും ഇവിടെ നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ റഷ്യയുടെ വേറൊരു പ്രത്യേകതയാണ്, ഇഷ്ടംപോലെ ബ്രെഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ സമ്മർ സമയത്ത് അധികം ഫിഷ് ഇവർ ഉപയോഗിക്കത്തില്ല. ഏറ്റവും കൂടുതൽ ഇവർ ഫിഷ് ഉപയോഗിക്കുന്ന വിൻ്റർ സമയത്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവിടെ കിട്ടുന്ന ഫിഷുകൾ പലതും വേറെ സ്ഥലത്ത് കിട്ടാത്ത ഫിഷുകളും ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള ഫിഷ് എനിക്കിവിടെ വന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഫിഷിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് സ്മോക്ക്ഡ് ഫിഷാണ്. ഇവിടെ ഏറ്റവും ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഈ ഒരു സാധനം, ഇത് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയും മസ്റ്റ് ട്രൈ എന്ന് പറയും. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ടേസ്റ്റൊന്നും ഇല്ലയെന്ന്, പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങൾ എന്തായാലും ഇത് റഷ്യയിൽ വന്നു കഴിയുമ്പോൾ കഴിച്ച് നോക്കുക. കുറച്ച് സോൾട്ടഡ് ആണെന്നേ ഉള്ളൂ. ഇത് ഫിഷിൻ്റെ എഗ്ഗാണ്, ഇതും സോൾട്ടഡ് ആണ്. ഇതും നിങ്ങൾ വരുമ്പോൾ കഴിച്ച് നോക്കുക. റഷ്യക്ക് ഒരുപാട് അതിർത്തി പങ്കിടുന്ന സീ സൈഡ് ഉള്ളതുകൊണ്ട്, ബോർഡർ ഫുള്ള് സീ ആയതുകൊണ്ട് ഒരുപാട് ഫിഷ് വെറൈറ്റികൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വെറൈറ്റി ഓഫ് ഫിഷസ് ഓരോ സീസണിലും മാറി മാറി വരാറുണ്ട്. അതെല്ലാം കഴിച്ചിട്ടുണ്ട്. ഞാൻ സ്മോക്ക്ഡ് ഫിഷ് നിങ്ങൾ കഴിച്ച് നോക്കണം നിർബന്ധമായിട്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊട്ടും ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണെന്ന്, പക്ഷേ ഈ സ്മോക്ക്ഡ് ഫിഷിന് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കൂടുതലും ബിയറിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിലും ഇവർ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ന്യൂ ഇയർ, അതേപോലെ തന്നെ പാർട്ടി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലും ഉപയോഗിക്കുന്ന ഇതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പക്ഷേ എന്നാൽ പോലും ഈ ഫിഷ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സ്കിന്ന് മാത്രം റിമൂവ് ചെയ്താൽ മതി, വേറൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അയ്യേന്നൊന്നും വെക്കണ്ട, ഇത് നല്ല സാധനം തന്നെയാണ്, കഴിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഗ്ലോബസ് ഇത്ര വൈഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അത്രയും വലുതാണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളിവിടെ വരുമ്പോഴത്തേനും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഗ്ലോബസിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിഷ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് ഫ്രോസൺ ആണ്, ഇതിന് കുറച്ച് വിലക്കുറവാണ്. അപ്പോൾ ഇവിടെയും ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഈ ഗ്ലോബസിനെ പറ്റിയിട്ട് ഉള്ള വീഡിയോ കുറച്ച് നീണ്ടുപോയി എന്നറിയാം, കാരണം ഗ്ലോബസ് അത്രയും വലുതാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത്. ഇപ്പം നിലവിൽ റഷ്യയിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ റഷ്യയിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ സന്ദർശിക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്